നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഒരു മതേതരത്വ രാജ്യമാണ്. ഇതൊരു ഹിന്ദു രാഷ്ട്രമോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം രാഷ്ട്രമോ ക്രൈസ്തവ രാഷ്ട്രമോ അല്ല. ഞാൻ മതപരിവർത്തനം നടത്തിയില്ല, എന്നിൽ ഒരു ആത്മീക ചൈതന്യം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് നമുക്കും അവരോട് ചേർന്ന് ആഘോഷിക്കാം എന്നൊരു വാക്ക് അദ്ദേഹം പറയും എന്ന് ഞാൻ വളരെ വ്യാമോഹിച്ചു പോയി. അതുണ്ടായില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ യശസ് ലോകോത്തര മേഖലകളിൽ എത്ര അധികമായിട്ട് ഉയരുമായിരുന്നു. അന്ധയായിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലും ഒരു സഹോദരിയെപ്പോലും അടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമുക്ക് ഒപ്പിയെടുത്ത് കാണിച്ചു തന്നു. കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. ഫാദർ ജോൺസൺ തേക്കടയിൽ നമ്മൾ ഈ 2 ദിവസം കൊണ്ട് മാത്രം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ, ബറൈലിയിൽ, ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിലെ ജബൽപൂരിൽ, ഹരിദ്വാറിൽ, ഉത്തരാഖണ്ഡിൽ, ഡൽഹിയിൽ, രാജസ്ഥാനിൽ, ഭുവനേശ്വറിൽ ഇങ്ങനെ നീണ്ട നിരയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ 2 ദിവസത്തെ ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും അറിയപ്പെടുന്ന നേതാക്കളുണ്ട്. അവർ വളരെ ഓപ്പണായി തന്നെ ഇതിവിടെ പറ്റില്ല, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രത്തിൽ ഇമാതിരി ആഘോഷമൊന്നും പറ്റില്ല, ഭാരതീയമല്ലാത്ത ഒരാഘോഷവും ഈ ഹിന്ദു രാഷ്ട്രത്തിൽ പറ്റില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അക്രമികൾ അഴിഞ്ഞാടിയത്. എന്തു തോന്നുന്നു? എനിക്ക് ആദ്യമായിട്ട് തന്നെ മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. നമ്മളെ തേടി ലോകത്തിലേക്ക് വന്ന സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സ്നേഹം നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങൾ വ്യാപരിക്കുകയും രക്ഷയുടെ സുവിശേഷം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജിയോട് വളരെ ബഹുമാനം തോന്നിയ ഒരു ദിവസമാണ് ഇന്നലത്തെ ദിവസം. കാരണം ഇന്നലെ CNI കത്തീഡ്രൽ ചർച്ചിൽ, റിഡംഷൻ കത്തീഡ്രൽ ചർച്ചിൽ അദ്ദേഹം രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ആ പ്രാർത്ഥനയിൽ വളരെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ, എനിക്ക് തോന്നുന്നില്ല ഒരു ക്രിസ്തീയ ശുശ്രൂഷകനും ആ വിധത്തിൽ അത്ര വളരെ ശക്തമായി പ്രാർത്ഥനാന്തരീക്ഷത്തിൽ നിൽക്കുമെന്നുള്ള ആ വിധത്തിൽ നിൽക്കുകയും അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് പോൾ സ്വരൂപൻ എന്ന് പറയുന്ന ബിഷപ്പും അതുപോലെ തന്നെ അവിടുത്തെ വികാരി അച്ഛനും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ശാമുവൽ ഹെൻറി കല്ലേങ് എന്ന് പറയുന്നതായിട്ടുള്ള 1875 നമ്മുടെ ഇന്ത്യക്ക് ഹിന്ദി ഭാഷ സമ്മാനിച്ച ആ മനോഹരമായിട്ടുള്ള ഭാഷയിൽ മനോഹരമായ കീർത്തനങ്ങൾ പാടുകയും ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ ശാമുവൽ ഹെൻറി കല്ലേങ് രൂപീകരിച്ചതായിട്ടുള്ള ആ ഹിന്ദി ഭാഷയിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം വളരെ ഭയഭക്തിയോടുകൂടി തന്നെ കേൾക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം മടങ്ങി വരുമ്പോൾ ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്, ഈ ഇന്ത്യ രാജ്യത്തോടായിട്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് ദേവാലയത്തിൽ ക്രിസ്മസ് നാളുകളിൽ പോവുകയും ക്രിസ്മസ് ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അവരെനിക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ മതപരിവർത്തനം നടത്തിയില്ല, എന്നിൽ ഒരു ആത്മീക ചൈതന്യം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് നമുക്കും അവരോട് ചേർന്ന് ആഘോഷിക്കാം എന്നൊരു വാക്ക് അദ്ദേഹം പറയും എന്ന് ഞാൻ വളരെ വ്യാമോഹിച്ചു പോയി. അതുണ്ടായില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിജിയുടെ യശസ് ലോകോത്തര മേഖലകളിൽ എത്ര അധികമായിട്ട് ഉയരുമായിരുന്നു. എന്നാൽ അതിന് പകരം ഇന്നലെയും അതേപോലെ മിനിഞ്ഞാന്നുമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ യാതൊരു വിധത്തിൽ പ്രകോപനവുമില്ലാതെ വീട് കേന്ദ്രീകരിച്ചും ആലയം കേന്ദ്രീകരിച്ചും ഒക്കെ നടത്തപ്പെട്ട പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ, ക്രിസ്മസ് കരോളുകളിൽ വളരെ അധികമായിട്ടുള്ള നീചമായ രീതിയിൽ തന്നെ ആളുകൾ കയറി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. മാത്രമല്ല അന്ധയായിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലും ഒരു സഹോദരിയെപ്പോലും അടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമുക്ക് ഒപ്പിയെടുത്ത് കാണിച്ചു തന്നു. കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. നമ്മൾ ഓർക്കണം, ലോകത്തിന് സമാധാനം പ്രദാനം ചെയ്യുവാൻ ലോകത്തിലേക്ക് രക്ഷകനായിട്ട് വന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവെക്കുന്ന നാളുകളിലാണ് ഇങ്ങനെ ഒരു പറ്റം ആളുകൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്. നമ്മൾ ഈ നിസ്സാരമായിട്ട് ഇതിനെ കണ്ടുകൂടാ. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതിനൊരു രാഷ്ട്രീയവൽക്കരണത്തിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. ഇത് പലപ്പോഴും നമുക്ക് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാറില്ല. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഒരു മതേതരത്വ രാജ്യമാണ്. ഇതൊരു ഹിന്ദു രാഷ്ട്രമോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം രാഷ്ട്രമോ ക്രൈസ്തവ രാഷ്ട്രമോ അല്ല. ഇതൊരു മതേതരത്വ രാഷ്ട്രമാണ്.
നമ്മളെല്ലാവരും ചേർന്നുള്ള ഒരു രാജ്യമാണിത്. ഈ രാജ്യത്തിൽ ഹൈന്ദവരോ മുസ്ലിംസോ അല്ലെങ്കിൽ ക്രൈസ്തവരോ മാത്രം പോരാ, മറിച്ച് നമ്മളെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ മനോഹരത്വം നമുക്ക് ലോകത്തിൻ്റെ മുമ്പാകെ ഉയർത്തി കാണിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ 2 ദിവസമായിട്ടുള്ള കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ട് വിദേശത്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വലിയ മതിപ്പുകൾ ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന സമയത്ത് മറുപടിയില്ലാത്ത ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തിൽ ഈ മതേതരത്വത്തിന് കളങ്കം വരുത്തുന്ന വിധത്തിൽ ചില വക്രബുദ്ധികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ദുഷ്ടരാക്കുകളെ നമ്മൾ കണ്ടെത്തുക മാത്രമല്ല അവരെ നിരോധിക്കാൻ തക്കവണ്ണം നമ്മുടെ എല്ലാ പൗരന്മാരും ഒന്നടങ്കം നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു അജണ്ട നടപ്പിൽ വരുത്തുവാൻ തക്കവണ്ണം ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന പോലെ സവർണാധിപത്യത്തിലേക്ക് മടക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ പൊതുശത്രുക്കളായിട്ട് ക്രൈസ്തവരെയും മുസ്ലിംസിനെയും അതേപോലെ തന്നെ കമ്മ്യൂണിസത്തെ എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ചുവപ്പ് നാട് അവർക്ക് ചാർത്തി കൊടുത്തതാണ്. പക്ഷേ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ശരിക്കും ദളിതരും പാവപ്പെട്ട ഗോത്രവർഗക്കാരും അവർണരുമായിട്ടുള്ള അല്ലെങ്കിൽ ഈഴവർ മുതൽ താഴോട്ടുള്ള ജനതയാണ്. അതങ്ങനെ തരംതിരിച്ച് പറയാൻ കഴിയാത്തതിന് ഒരു മേൽച്ചട്ട ഒരു ചുവപ്പ് നാട് അവർക്ക് വേണ്ടി ചാർത്തി കൊടുത്തതാണ് കമ്മ്യൂണിസം എന്നുള്ളത്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഹിന്ദുത്വയുടെ അജണ്ട. ഇപ്പോൾ അവർ നടപ്പിൽ വരുത്തുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള താണ്ഡവം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് കാണിക്കുന്നത് പൗരന്മാരോടുള്ള വെല്ലുവിളി എന്ന് മാത്രമല്ല നമ്മുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളി നമ്മൾ ആലോചിക്കണം. നമ്മുടെ രാജ്യം 2026 മുതൽ 2028 വരെയുള്ള കാലഘട്ടത്തിൽ താങ്കൾ കാണുന്നത് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി